ഇപ്പോൾ പ്രേമിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹം കഴിയുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹവും ഭയങ്കര കെയറിങ്ങും ഓവറായിട്ട് ചട്ടായി പരിപാടികളൊക്കെ ആയിരിക്കും. വിവാഹം കഴിഞ്ഞവർ വിചാരിക്കും ഇതാണ് നമ്മുടെ സ്വർഗ ജീവിതം, ഇതിനേക്കാളും വലിയൊരു ഭാഗ്യം നമുക്ക് കിട്ടാനില്ല എന്നൊക്കെ വിചാരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ ആണുങ്ങളുടെ ഭാഗത്തു നിന്ന് അവർ കുറച്ചുകൂടി ലൈഫിനെ സീരിയസ് ആയിട്ട് കാണുകയും കുറച്ചുകൂടി മെച്യൂരിറ്റി വരികയും കുറേ കൂടി കാര്യങ്ങളൊക്കെ പുറത്തെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും വരുമ്പോഴേക്കും പണ്ടത്തെ പോലത്തെ ഒരു കെയറിങ് ഭാര്യയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഭാര്യയ്ക്കുണ്ടാവും. അവരത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അവരങ്ങനെ മാറി വരത്തില്ല. അവരെപ്പോഴും ആ പ്രേമിച്ച് നടക്കുന്ന ആ ഒരു പുരുഷനെ തന്നെ എപ്പോഴും വേണമെന്നുള്ള ഒരു ഇതാണ്. ഇവർ അധികം എക്സ്പ്രസീവ് ആയിരിക്കില്ല, പക്ഷേ സ്നേഹം ഭയങ്കരമായിരിക്കും ഈ ആണുങ്ങൾക്ക്, പക്ഷേ എക്സ്പ്രസീവ് ആവില്ല. അങ്ങനെ പോകുമ്പോൾ പരസ്പരം ആ ഒരു സ്നേഹം കുറഞ്ഞു പോയി, എന്നെ ഇപ്പം വേണ്ട, നമ്മളിപ്പം കല്യാണം കഴിഞ്ഞ് ഇത്ര ആയപ്പോഴേക്കും എന്നെ മടുത്തു എന്നുള്ളൊരു ചിന്ത ഭാര്യയ്ക്ക് വരികയും അങ്ങനെ ഒരു ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും പരസ്പരം അങ്ങനെ ഒരു അകൽച്ച ഉണ്ടാവുകയും കുറേ പേരൊക്കെ പിന്നീട് ചിലരൊക്കെ ഡിവോഴ്സിൽ പോവും, ചിലരൊക്കെ വേറെ റിലേഷൻഷിപ്പ്, അപ്പോഴേക്കും കുറേ ഏട്ടായിമാർ വരും, ഞാനുണ്ട് കെയർ ഏട്ടായി എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ചിലർ അങ്ങോട്ട് ചാടും, ചിലർ ഇത് മനസ്സിലാക്കി ഇത് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ ലൈഫ് പ്രായം കുറച്ചുകൂടി കഴിഞ്ഞു പോയി, 30-35 വയസ്സായി, ഇനി കുറച്ചുകൂടി സീരിയസ് ആയിട്ടൊക്കെ പോകണമെന്നുള്ള ചിന്ത വന്ന് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. ഇങ്ങനത്തെ ഒരു വിഷയം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ തുടക്കത്തിൽ പോകുന്നത്. നല്ല രസമായിട്ട് തന്നെ ആ പോർഷൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഭയങ്കര ഒരു കാമായിട്ടുള്ള ക്യാരക്ടറാണ് അജിത് കുമാറിൻ്റെ അർജുൻ എന്ന് പറയുന്ന ക്യാരക്ടർ. സാധാരണ ഒരു മനുഷ്യൻ, സാധാരണ ഇൻട്രോ, അങ്ങ് പോവുകയാണ്. ഇതിൽ മറ്റേ ലാർജർ ദാൻ റിയൽ ലൈഫ്, ഒരു അമാനുഷിക പരിപാടിയൊന്നുമില്ല. ഒരു സാധാരണ മനുഷ്യന് അയാളുടെ ക്ഷമ നശിക്കുമ്പോൾ അയാൾ റിയാക്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഇത് 1997 പുറത്തിറങ്ങിയ ബ്രേക്ക് ഡൗൺ എന്നുള്ള സിനിമയുടെ റീമേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ സിനിമ അവർ ഒഫീഷ്യലി അങ്ങനെ പറഞ്ഞൊന്നും എനിക്കറിയില്ല, പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ പടത്തിൻ്റെ ഇത് പ്ലോട്ട് എടുത്ത് നോക്കിയപ്പം ഏറെക്കുറെ സെയിം തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ പിന്നെ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചു നോക്കില്ല. ഫസ്റ്റ് ഹാഫ് വായിച്ചു നോക്കിയപ്പോൾ സംഭവം അത് തന്നെ. അങ്ങ് പോവുകയാണ്. ഇങ്ങനെ പതുക്കെ സാവധാനം പോവുകയാണ്. എനിക്കങ്ങനെ ലാഗൊന്നും അടിച്ചില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ അനിരുദ്ധ് സ്കോറിങ് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസ് ഫീൽ ഉണ്ടായിരുന്നു, അല്ലാതെ പാട്ടേടി പരിപാടിയൊന്നും അല്ല അനിരുദ്ധിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ പോയി ഫസ്റ്റ് ഹാഫ് അവസാനിക്കാറാവുമ്പോഴേക്കും ഒരുപാട് ട്വിസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ ട്വിസ്റ്റുകൾ ഇങ്ങനെ വന്നിട്ട്, അതായത് നമുക്ക് മനസ്സിലാവും ഇത് ക്യാരക്ടർ ബിൽഡ് ചെയ്ത് പോവുകയാണ്, സിറ്റുവേഷൻ ബിൽഡ് ചെയ്ത് പോവുകയാണ്, ഇതിനൊരു ഒരു ഒരു പൊട്ടിത്തെറി ഉണ്ടാവും, അത് പോളിയായിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റാക്കിയാണ് ഫസ്റ്റ് ഹാഫ് കണ്ട് തീർത്തത്. സെക്കൻഡ് ഹാഫ് തുടങ്ങി വന്നപ്പോഴേക്കും ഈ സംഭവങ്ങൾ അതുപോലെ തന്നെയാണ് പോകുന്ന സമയത്ത്. പക്ഷേ ഇതിൻ്റെ ഫൈറ്റ് എടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ നല്ല ഇത് സംഭവം നല്ല വേറെ ഒരു വൈബ് പിടിക്കാൻ നോക്കിയിട്ടുണ്ട്, ഒരു ഇൻ്റർനാഷണൽ വൈബ് പിടിക്കാൻ നോക്കി അങ്ങനത്തെ മേക്കിംഗ് തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഫൈറ്റൊക്കെ അത്യാവശ്യം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അജിത് കുമാർ ഈ മനുഷ്യന് എത്രയോ സർജറി കഴിഞ്ഞാണ് തോളിനൊക്കെ, എന്നിട്ട് ഈ മനുഷ്യൻ പുല്ലുപോലെ അതൊക്കെ മൈൻഡ് ചെയ്യാതെയാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അത്രമാത്രം ഡെഡിക്കേഷനാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഓരോ സിനിമയിലും അങ്ങനെ തന്നെയാണ്. അതുമാത്രമല്ല, അയാളുടെ സ്റ്റാർ എന്നതിലുപരി പെർഫോമറായിട്ട്, അതായത് നടനായിട്ട് കുറേ സാധനങ്ങൾ ഈ സിനിമയിൽ, കുറേ മൊമെൻറ്റ്സ് എനിക്ക് ഫീൽ ചെയ്തു. അജിത്തിന് അങ്ങനെ അധികം ആൾക്കാർ കാണിക്കത്തില്ല, എല്ലാവർക്കും മറ്റേ പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും ഫാൻസിനും ഇഷ്ടം. പുള്ളി അങ്ങനെ കാണിക്കാൻ എനിക്കൊരു അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇതിലൊന്നുമില്ല. ഇതിൽ ഭയങ്കര കാമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഫൈറ്റ് സീനൊക്കെ വരുമ്പോഴേക്കും ഗുഡിലായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറേ മൊമെൻറ്റ്സ് സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. നമുക്ക് പക്ഷേ ഒരു അഡ്രിനാലിൻ റഷോ ഒരു മുൾമുനെ നിൽക്കുന്നതോ അങ്ങനത്തെ പരിപാടി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. കാരണം ഇതിൽ ഇമോഷണൽ കണക്ഷൻ എന്നൊരു സാധനം വേണം. അത് അജിത് കുമാറിൻ്റെ ക്യാരക്ടറിൻ്റെ അടുത്തുണ്ട്, പക്ഷേ മറ്റു കുറച്ച് പേരുടെ അടുത്തൊന്നും അത് കിട്ടുന്നില്ല. കാരണം അവരെ ഇങ്ങനെയല്ലേ ചത്ത എന്തെന്നുള്ള മൈൻഡ് സെറ്റിലായി പോയത്. നമ്മൾ പറഞ്ഞു നമുക്കൊരു നെഗറ്റീവ് വൈബാണ് അവരുടെ തോന്നുന്നത്. അപ്പം അവരുടെ സർവൈവൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളിടത്ത് ഈ പടം ആ ഒരു കണക്ഷൻ കിട്ടാതെ പോവുകയും, പിന്നെ നമ്മൾ ഫൈറ്റൊക്കെ ഇങ്ങനെ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള രീതി കണ്ടുകൊണ്ടിരുന്നല്ലാതെ ആ ഒരു സാധനം നമുക്കും കൂടി തോന്നണമല്ലോ ഇതിങ്ങനെ വരണമെന്ന്, അങ്ങനെ തോന്നിയില്ല. അത് മാത്രമല്ല, കുറേ അടുത്ത് ഇത്രയും നല്ല രീതിയിൽ മേക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു സിനിമയിൽ ഒരു കത്തി സീനുണ്ട്. എന്തിനാണ് അങ്ങനെയൊക്കെ പഴയ രജനീകാന്തിൻ്റെ മറ്റേ പരിപാടി കണ്ടല്ലോ, ബ്ലൈഡിൽ നിന്ന് വെടിവെക്കുമ്പോൾ രണ്ടായിട്ട് പോണത്, ആ സാധനമല്ല, അതുപോലത്തെ ഒരു സംഭവം വിജയകാന്തിൻ്റെയൊക്കെ ഒരു പരിപാടി ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി ആ സീനൊക്കെ. അങ്ങനെ കുറേ പോയിട്ട് ഒരു ക്ലൈമാക്സ് ഒരു പരിപാടി, വേറെ ഒന്നും നമുക്ക് ഒന്ന് ഫീൽ വരുന്നില്ല. സംഭവം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, അത് കാണാനും നല്ല രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാനും പറ്റുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അത് കിട്ടാതെ പോയ ഒരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. അനിരുദ്ധൊക്കെ മാക്സിമം സ്കോർ ഇട്ട് പടപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പാട്ടേടിയല്ല അല്ലാത്ത, പക്ഷേ അത് എന്തോ കിട്ടുന്നില്ല, എനിക്ക് കിട്ടിയില്ല. ഞാൻ മറ്റേ ഒറിജിനൽ ബ്രേക്ക് ഡൗൺ എന്നുള്ള സിനിമ കണ്ടിട്ടൊന്നുമില്ല. ഇതൊരു മോശം സിനിമയാണ് എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് നമുക്കൊരിക്കൽ കാണാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരു അതിഗംഭീര സാധനം അത് പ്രതീക്ഷിച്ചിരുന്നു. അത് കഥ ബിൽഡ് ചെയ്ത് പോയത് അങ്ങനെയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അതുണ്ടായില്ല എന്നാണ് പറയാനുള്ളത്. ഇത് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് നടക്കുന്ന ഒരു കഥയാണ്. അസർബൈജാൻ എന്നുള്ള ഒരു സ്ഥലമാണ്, റഷ്യയുടെ ഒക്കെ അടുത്ത് വരുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലം, ആ പശ്ചാത്തലമൊക്കെ അത് നല്ല രീതിയിൽ
നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പുതുമയുണ്ടായിരുന്നു ആ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട്. ഓം പ്രകാശ് എൻ്റെ സിനിമാറ്റോഗ്രഫി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സുപ്രീം സുന്ദറിൻ്റെ ഫൈറ്റും NB ശ്രീകാന്തിൻ്റെ എഡിറ്റിംഗ് ഒക്കെ നന്നായിരുന്നു. അജിത്തിനെ ഈ കുറച്ച് കാലം ബാക്കിലോട്ടായിട്ട് ഈ മുടി ഷേവ് ചെയ്തിട്ട് ഡൈ അടിച്ചിട്ട് ചെറുപ്പമാക്കി കാണിക്കാനുള്ള പരിപാടി കുറേ ദിവസം കൊണ്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് തീരെ വർക്കാവില്ല. കാരണം ഇത് മാറി നിൽക്കുമ്പോഴും പുള്ളിക്ക് ഏജ് ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അതേസമയം തൃഷ ഏത് പ്രായത്തിൽ കാണിച്ചാലും അതുപോലെ തന്നെ ഇരിക്കും. നല്ല രസമുണ്ടായിരുന്നു തൃഷ. അർജുനുണ്ട്, ആസ് യൂഷ്വൽ അടിപൊളിയായിരുന്നു. പിന്നെ റെജീന കാസൻഡ്ര മാനഗരം സിനിമയിലുള്ള നടിയാണ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ആരവ്, നിഖിൽ നായർ, ദശരഥി, ഗണേഷ് ശരവണൻ, രമ്യ സുബ്രഹ്മണ്യൻ ഇവരൊക്കെ തന്നെയാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇത്ര പേരേ ഉള്ളൂ, ഒരു ചെറിയ കാസ്റ്റാണ്. ഇപ്പോൾ തമിഴിൽ ഭയങ്കര ഹൈപ്പോടെ വരുന്ന ബിഗ് ബഡ്ജറ്റ് പടങ്ങളെ അപേക്ഷിച്ചിട്ട് ഇത് അത്യാവശ്യം ഒരു തവണ കാണാവുന്ന ഒരു സിനിമയായിട്ടാണ് വിടാമുയർച്ചി എനിക്ക് ഫീൽ ചെയ്തത്. എന്തരാ വരട്ടെ.